അതിനുശേഷം ഖളാഓടൊപ്പം കഫാറത്തുള്ള കാര്യമാണ് പറയുന്നത്. ഇല്ലാമൻ അഫ്തറ ബിജിമാ, ആരെങ്കിലുമൊക്കെ ജിമാ ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് നോമ്പ് മുറിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്താണ് ചെയ്യേണ്ടത്? ഫഇന്നഹു യഖ്ദി, അവൻ ആ നോമ്പ് ഖളാ വീട്ടണം. വയഅ്തിഖു റഖബ, അവൻ അതിനുശേഷം എന്ത് ചെയ്യണം? ഒരു അടിമയെ മോചിപ്പിക്കണം. ഫഇൻ ലം യജിദ്, അടിമയെ അവൻ ലഭിച്ചിട്ടില്ല എങ്കിൽ ഫസിയാമു ശഹ്റൈനി മുതതാബിഈൻ, 2 മാസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കണം. ഫഇൻ ലം യസ്തതി, അതിനവന് സാധിക്കാത്ത, ആരോഗ്യശേഷി ഇല്ലാത്ത വ്യക്തിയാണ് എങ്കിൽ, നോമ്പെടുക്കാൻ പറ്റാത്ത ആരോഗ്യശേഷി ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ ഫഇത്ആമു 60 മിസ്കീന, 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കുക. ഇത്രയും ഗൗരവമുള്ള ഒരു കഫാറത്ത് ദീനിലില്ല. അൽ കഫാറത്തുൽ മുഗല്ലദ എന്നാണ് പറയുക. കടുത്ത കഫാറത്ത്, കടുത്ത പ്രായശ്ചിത്തം എന്നാണ് പറയുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിന്റെ പകലിന് അത്രയേറെ പവിത്രത നൽകിയിട്ടുണ്ട്, ഹുർമത്ത് നൽകിയിട്ടുണ്ട്. അപ്പൊ അതിനെ കാറ്റിൽ പറത്തുന്ന രൂപത്തിൽ ഒരാൾ ആ ദിവസത്തിൽ പെരുമാറിയാൽ, അത് തന്റെ ഹലാലായ ഭാര്യയുമായിട്ടാണെങ്കിലും ശരി, അല്ല ഹറാമായ ബന്ധങ്ങളിലൂടെ ആണെങ്കിലും ശരി, അതല്ലാതെ തന്നെ ഹറാമായ കാര്യമാണ്, ഏത് നിലക്കാണെങ്കിലും ശരി, ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഒരാൾ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് അവന്റെ നോമ്പ് മുറിച്ചു കളയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അതിന് ശക്തമായ കഫാറത്ത് അവൻ നൽകേണ്ടി വരും. എന്താണ് ആ കടുത്ത കഫാറത്ത്? പണ്ഡിതന്മാർ അതിന്റെ തർത്തീവിൽ പറഞ്ഞത്, ഒന്നാമത് ചെയ്ത തെറ്റ് അവൻ മനസ്സിലായി, ഇസ്തിഗ്ഫാർ തേടണം. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ചെയ്തത് തെറ്റാണെന്ന് അവൻ മനസ്സിലായി, ഇസ്തിഗ്ഫാർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടണം. പിന്നീട് പോയ ഒരു നോമ്പിന് ഒരു നോമ്പ് അവൻ പകരം വെക്കണം, ഒരു നോമ്പ് അവൻ പകരം വെക്കണം. ഇത് രണ്ടും നിർബന്ധമായി ചെയ്യണം. ഇനി മൂന്നാമത് ചെയ്യുന്ന കാര്യത്തിന് 3 ഓപ്ഷനാണുള്ളത്. അത് ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് എന്നുള്ള നിലക്കാണ്, ഏതും ചെയ്യാം എന്നുള്ള നിലക്കല്ല. ആദ്യം പറഞ്ഞത് ഒരു അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അതേതായാലും ഈ കാലഘട്ടത്തിൽ അതിന് സാധിക്കുന്ന കാര്യമല്ല, നമുക്ക് അടിമകളെ കിട്ടുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അതൊരാൾക്ക് സാധിക്കുകയില്ല. രണ്ടാമതായി പറഞ്ഞത് തുടർച്ചയായി 2 മാസം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. തുടർച്ചയായി 2 മാസം എന്ന് പറഞ്ഞാൽ 2 അറബി മാസം നോമ്പ് അനുഷ്ഠിക്കുക എന്ന് വെച്ചാൽ ഒന്നുകിൽ 30, 60 നോമ്പ് ഉണ്ടാകാം ഏറ്റവും കൂടുതൽ, കാരണം അറബി മാസം 30 ആണ്. അല്ലെങ്കിൽ 30, 29 59 നോമ്പ് തുടർച്ചയായിട്ടുണ്ടാകാം. അല്ലെങ്കിൽ 29, 29 58 ദിവസം ഏറ്റവും കുറഞ്ഞത് തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കണം. തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കണം. ഒരു ദിവസം അന്യായമായി നോമ്പ് ഒഴിവാക്കിയാൽ എണ്ണം പിന്നെയും 0-ലാണ് തുടങ്ങുക. 25 നോമ്പെടുത്ത ഒരാൾ ഒരു ദിവസം വെറുതെ നോമ്പ് ഒഴിവാക്കി എങ്കിൽ വീണ്ടും 1 മുതൽ ആരംഭിക്കണം. ഇതാണ് ഇതിന്റെ രീതി. അത്രയും കടുത്ത കഫാറത്താണ്. എന്നാൽ ഇതിനിടയിൽ ഒരാൾക്ക് സാധാരണ റമളാനിൽ നോമ്പ് ഒഴിവാക്കാനുള്ള കാരണങ്ങളുണ്ട് എങ്കിൽ, ശർഈയായ കാരണമുണ്ട്, രോഗം അല്ലെങ്കിൽ ശർഈയായ അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ട യാത്ര ഒരാൾക്കുണ്ട്. തന്ത്രപരമായ യാത്ര എന്നല്ല, ഒരു ലീവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു യാത്ര പ്ലാൻ ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരിഗണിക്കുകയില്ല. അവന് അനുവദിക്കപ്പെട്ട ഒരു യാത്ര ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ദിവസം നോമ്പ് ഒഴിവാക്കാമെന്ന് മാത്രം. ബാക്കി പിന്നീട് അവന് പുനരാരംഭിച്ചാൽ മതി, ആദ്യം മുതൽ തുടങ്ങേണ്ടതില്ല. അത്രയും കടുത്ത കാര്യമാണ് സഹോദരങ്ങളെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. ഇവിടെ പണ്ഡിതന്മാർ പറയാണ്, ഇത്തരം നോമ്പ് മുറിയുന്ന ഏത് കാര്യവും ഒരു തവണ ഒരാൾക്ക് സംഭവിച്ചാൽ, നോമ്പിന്റെ പകൽ ഭക്ഷണമാകട്ടെ, പാനീയാകട്ടെ, നേരത്തെ പറഞ്ഞ ഏത് കാര്യമാകട്ടെ, ഇനി ഈ ജിമാ ആകട്ടെ, ലൈംഗിക ബന്ധമാകട്ടെ, ഇത് പകലിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കുമല്ലോ സംഭവിക്കുക. അത് സംഭവിച്ചാൽ പിന്നീട് അവന് നോമ്പ് ഒഴിവായിട്ട് ആ പകൽ മുഴുവൻ പിന്നീട് നോമ്പ് ഒഴിവാക്കി ജീവിക്കാൻ സാധിക്കില്ല. നോമ്പ് ഒഴിവാക്കി അത് മുന്നോട്ട് പോകാൻ അനുവാദമില്ല. മറിച്ച് ആ നോമ്പ് അവന് പോയി, നഷ്ടപ്പെട്ടു. പക്ഷെ മഗ്രിബ് വരെ അവൻ നോമ്പുകാരനെ പോലെ തുടരേണ്ടതുണ്ട്. മഗ്രിബ് വരെ നോമ്പുകാരനെ പോലെ തുടരേണ്ടതുണ്ട്. അവന് ഈ ഭാര്യയുമായി ലൈംഗികമായി ഒരാൾ ബന്ധപ്പെട്ടു, ളുഹറിന് മുമ്പാണ്. അവനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അസറിന് മുമ്പ് വേറെ ബന്ധപ്പെടാൻ അനുവാദമുണ്ടോ? ഇല്ല, അനുവാദമില്ല. അവൻ കുറ്റക്കാരനാകും. പക്ഷെ അവന്റെ കഫാറത്ത് ഒന്ന് തന്നെ ഉള്ളൂ, കാരണം എല്ലാം ഒരു ദിവസത്തിലാണ്. കഫാറത്ത് ഒന്നേ ഉള്ളൂ, പക്ഷെ അവന് 2 തിന്മകൾ ഉണ്ടാകുന്നതായിരിക്കും. അതേപോലെ തന്നെ ഒരാൾ രാവിലെ വെള്ളം കുടിച്ചു, ഉച്ചക്ക് വീണ്ടും വെള്ളം കുടിക്കാൻ പാടുണ്ടോ? പാടില്ല. അവൻ ഹറാമാണ്, അത് വീണ്ടും ഹറാമ് ചെയ്യും. പക്ഷെ അവന് ഒരു നോമ്പ് ഖളാ വീട്ടിയാൽ മതി, കാരണം രണ്ടും ഒരേ ദിവസമാണ് സംഭവിക്കുന്നത് എന്ന് മാത്രം. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. എന്നാൽ ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ഈ രൂപത്തിൽ സ്ത്രീയുമായിട്ടുള്ള ബന്ധം അത് 2 ദിവസത്തിൽ ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 2 കഫാറത്ത് അയാൾക്ക് വരും. 2 കഫാറത്ത് അയാൾക്ക് വരും. തുടർച്ചയായി 2 മാസം അത് 2 പ്രാവശ്യം വരും. 4 മാസം നോമ്പെടുക്കേണ്ടി വരും. ഒരു 2 മാസം തുടർച്ചയായി എടുക്കണം. പിന്നീട് അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം മുതൽ വേറൊരു 2 മാസം തുടർച്ചയായി നോമ്പെടുക്കേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ ഇതിന് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സില്ല എന്നല്ല അതിന്റെ അർത്ഥം. നിനക്ക് റമളാനിൽ ശാരീരികമായി നോമ്പ് ഒഴിവാക്കാനുള്ള കഴിവില്ലായ്മയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും കഴിവില്ല എന്ന് പറയും. അതല്ല, കഴിവുണ്ടായിരിക്കും. നീ ഭക്ഷണം കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. 60 മിസ്കീന് കൊടുക്കണമെങ്കിൽ അത് നിനക്ക് നോമ്പെടുക്കാൻ കഴിവില്ലാത്ത രൂപത്തിൽ, ആരോഗ്യക്ഷമത ഇല്ലാത്ത വ്യക്തി ആയിരിക്കണം നീ. അത് പ്രത്യേകം സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഒരിക്കലും ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹലക്തു, അല്ലാഹുവിന്റെ റസൂലെ ഞാൻ നശിച്ചുപോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലക്, എന്താ നിനക്ക് സംഭവിച്ചത്? അയാൾ പറഞ്ഞു, വഖഅതു അല ഇംറഅതി വഅന സായിം, ഞാൻ നോമ്പുകാരൻ
നോമ്പുകാരനായിരിക്കെ എൻ്റെ ഭാര്യയുമായി അത് സംഭവിച്ചു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ തജിദു റഖബ, നിനക്ക് വല്ല അടിമയുമുണ്ടോ മോചിപ്പിക്കുവാനായിട്ട്? അയാൾ പറഞ്ഞില്ല. ഫഹൽ തസ്തതിഉ അൻ തസൂമ ശഹ്റൈനി മുതതാബിഈൻ, 2 മാസം തുടർച്ചയായി നോമ്പെടുക്കാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചു. ഇയാളൊരു രോഗമുള്ള നോമ്പെടുക്കാൻ സാധിക്കാത്ത വ്യക്തിയായിരുന്നു. അയാൾ പറഞ്ഞില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഹൽ തജിദു ഇത്ആമ 60 മിസ്കീന, 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സാമ്പത്തികമായ കഴിവുണ്ടോ? ഇയാൾ മദീനയിലെ ഏറ്റവും വലിയ ദരിദ്രനായിരുന്നു. അയാൾ പറഞ്ഞില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഒരു ഈത്തപ്പഴ കൊല എടുത്തുകൊണ്ട് കൊടുത്തിട്ട്, നീ ഇത് സാധുക്കൾക്ക് കൊടുക്കാനും പറയുന്ന വിഷയമാണ്. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, ഈ മദീനയുടെ പ്രദേശത്തിന്റെ അകത്ത് എന്നേക്കാൾ സാധുവായിട്ട് ആരുമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് അയാൾക്ക് തന്നെ അത് കൊടുക്കുക. എന്ത് തന്നെയാലും സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തർത്തീബോടുകൂടി പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യം അടിമയെ മോചിപ്പിക്കണം, അതിന് സാധിക്കാത്ത അവസ്ഥയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി 2 മാസത്തെ നോമ്പ് അനുഷ്ഠിക്കണം. അതിന് സാധിക്കാത്തവർ എന്ത് ചെയ്യണം? 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ സ്ത്രീയുടെ വിഷയം എന്താണ്? ഇതിനോട് സഹകരിച്ച ഭാര്യയുടെ വിഷയം എന്താണ്? പണ്ഡിതന്മാർ പറയുന്നു, അവൾ നോമ്പുകാരിയാണെങ്കിൽ, അവളുടെ അനുവാദ പ്രകാരമാണ് ഇത് ചെയ്തിട്ടുള്ളത് എങ്കിൽ അവൾക്കും ഇതേ നിയമം ബാധകമാണ്. ഒന്ന് നോമ്പുകാരിയാണെങ്കിൽ, അവൾ വല്ല ഹൈദോ അല്ലെങ്കിൽ ആ രൂപത്തിൽ നോമ്പ് ഒഴിവാക്കാനുള്ള വല്ല കാരണത്തിലും, ഗർഭിണി ആയിക്കൊണ്ടോ അല്ലെങ്കിൽ മുലയൂട്ടുന്ന സ്ത്രീ ആയിക്കൊണ്ടോ ഒക്കെ നോമ്പ് ഒഴിവാക്കാനുള്ള കാരണമുള്ളവളാണെങ്കിൽ അവൾക്ക് ഈ നിയമം ബാധകമാകുന്നില്ല. കാരണം അവൾ നോമ്പുകാരിയല്ല. പക്ഷേ അവൾ അതിന് സഹകരിക്കാൻ പാടില്ല. കാരണം മറ്റൊരാളുടെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഹറാമാക്കി നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അവൾ സഹകരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവൾ നോമ്പുകാരിയായി അവളുടെ ഇഷ്ടപ്രകാരം സഹകരിച്ചതാണ് എങ്കിൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കും എന്തുണ്ട്? അവൾക്കും ഇതേ കഫാറത്തുണ്ട്. തുടർച്ചയായി 2 മാസം നോമ്പെടുക്കുക എന്നുള്ളത് അവൾക്കും ബാധകമാണ് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ട